കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് CPMന് തിരിച്ചടി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ CPM നേതാക്കൾക്ക് വൻ തിരിച്ചടി. കേസിൽ പ്രതികളായ CPM നേതാക്കൾക്ക് കൊച്ചിയിലെ PMLA കോടതി നോട്ടീസ് അയച്ചു. CPM തൃശൂർ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ പുതുതായി ഉൾപ്പെടുത്തിയ 28 പ്രതികൾക്കും കോടതി സമൻസ് അയച്ചിട്ടുണ്ട്. AC മൊയ്തീൻ MLA, K രാധാകൃഷ്ണൻ MP എന്നിവരെ വിചാരണ ചെയ്യാൻ സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമില്ലെന്നും സ്പെഷ്യൽ ജഡ്ജി ശബരിനാഥൻ P ഉത്തരവിട്ടു. അടുത്ത മാസം 4-ാം തീയതി പ്രതികളെല്ലാവരും കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് പ്രത്യേക കോടതിയുടെ നിർദ്ദേശം. കേസിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി കുറ്റപത്രത്തിലെ കണ്ടെത്തലുകൾ വിചാരണയിലേക്ക് കടക്കാൻ പര്യാപ്തമാണെന്ന് വ്യക്തമാക്കി. ഇതോടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കള്ളപ്പണ നിരോധന നിയമപ്രകാരം വിചാരണ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായി. പ്രതിപ്പട്ടികയും ED കണ്ടെത്തലുകളും കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ 67-ാം പ്രതിയായാണ് AC മൊയ്തീനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. K രാധാകൃഷ്ണൻ കേസിൽ 70-ാം പ്രതിയാണ്. വ്യക്തികൾക്ക് പുറമെ CPM എന്ന രാഷ്ട്രീയ പാർട്ടിയെയും ED ഈ കേസിൽ പ്രതി ചേർത്തത് രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത പണം പാർട്ടി ഫണ്ടിലേക്ക് എത്തിയതായും വിവിധ ആവശ്യങ്ങൾക്കായി പാർട്ടി ഇത് കൈപ്പറ്റിയതായും ED കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്ത നേതാക്കളെ പലതവണ ED ചോദ്യം ചെയ്തിരുന്നു. ബാങ്കിലെ ബിനാമി ഇടപാടുകളിലും വായ്പാ ക്രമക്കേടുകളിലും നേതാക്കൾക്ക് അറിവോ പങ്കോ ഉണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അന്വേഷണത്തിന്റെ ഭാഗമായി CPMന്റെയും സ്വകാര്യ വ്യക്തികളുടെയും ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ED നേരത്തെ കണ്ടുകെട്ടിയിരുന്നു. ബാങ്കിൽ നിന്ന് അനധികൃതമായി ലോൺ സമ്പാദിച്ചവരുടെ വസ്തുവകകളും ബാങ്ക് അക്കൗണ്ടുകളും ED മരവിപ്പിച്ചു. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പാർട്ടി ഘടകങ്ങൾക്കും മുതിർന്ന നേതാക്കൾക്കും പങ്കുണ്ടെന്ന EDയുടെ വാദം കോടതി നടപടികളിലേക്ക് നീങ്ങുന്നത് CPMന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വിചാരണ നടപടികൾ ആരംഭിക്കുന്നതോടെ കേസിൽ കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങളും ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല.